ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വന്നിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹൈദരാബാദിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോയ സ്വകാര്യ ബസ്സിന് തീ പിടിച്ച് വലിയ അപകടം നടന്നിരിക്കുന്നു. ബസ്സിൽ 40 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ 15 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും പുതുതായിട്ട് വരുന്നത്. നിരവധി പേർ മരിച്ചതായിട്ടുള്ള ദുഃഖകരമായിട്ടുള്ള വാർത്ത കൂടി വരുന്നുണ്ട്. ഇന്ന് പുലർച്ചെ 3:30-ക്കാണ് കർണൂരിൽ വെച്ച് ഈ അപകടമുണ്ടായത്. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ള വിവരങ്ങളാണ് പങ്കുവയ്ക്കാനുള്ളത്. വലിയ ദുരന്തമാണ്. ബസ്സിന് തീ പിടിച്ച് വലിയ ദുരന്തമുണ്ടായിരിക്കുന്നു. നിരവധി പേർ മരണപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. പുലർച്ചെ 3:30-ക്കാണ് ഈ അപകടം നടന്നത്. കർണൂരിലാണ് ഈ അപകടം നടന്നത് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഈ തീ പിടിച്ച ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. നിരവധി പേർ മരണപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. 40 യാത്രക്കാരുമായി സഞ്ചരിച്ച ബസ്സിനാണ് തീ പിടിച്ചത്. ഇതിൽ 15 പേരെയാണ് ഇപ്പോൾ ജീവനോടെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഒരുപാട് പേർ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ്, ആ ദാരുണ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, പുലർച്ചെ തന്നെ പങ്കുവയ്ക്കേണ്ട അതിദാരുണമായിട്ടുള്ള സംഭവമാണിത്. ഇത് എങ്ങനെയാണ് ഈ ബസ്സിന് തീ പിടിച്ചത്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ ശ്രീധരൻ? രാവിലെ തന്നെ ഏറ്റവും നടുക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ബസ്സിന് തീ പിടിച്ച് ആന്ധ്രാപ്രദേശിലെ കർണൂലിൽ വെച്ച് ബസ്സിന് തീ പിടിച്ച് വലിയ ദുരന്തം തന്നെയാണ് ഉണ്ടായത്. 40ഓളം ആളുകൾ ഈ സ്വകാര്യ ബസ്സിൽ ഉണ്ടായിരുന്നു. ഇതിൽ 15 പേരെ മാത്രമാണ് രക്ഷപ്പെടുത്താനായത്. നിരവധി ആളുകൾ മരിച്ചതായിട്ടുള്ള വിവരം ലഭിക്കുന്നുണ്ട്. ഏതായാലും വലിയ ദുരന്തം ഉണ്ടായിരിക്കുന്നു.